ഹലോ ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഉപകരണങ്ങൾ പോലീസുകാർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും എന്തിനൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെയാണ് ഇവർ പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന കാര്യങ്ങളും അതിനെ കുറിച്ചിട്ടൊക്കെ അവർ നന്നായിട്ട് തന്നെ ക്ലാസ് എടുത്ത് തരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ അതുപോലെ ആണുങ്ങളാണ് ഈ വീഡിയോ കാണുകയെങ്കിൽ വീഡിയോ പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ LPG സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ആണ് നമ്മൾ വിശദീകരിക്കുന്നത്. നമ്മൾ പലപ്പോഴും എക്സ്പയറി ഡേറ്റ് നോക്കാറില്ല, നല്ല കളറും ചന്തൊക്കെയാണ് നോക്കാറുള്ളത്. അപ്പോൾ നമ്മളുടെ വീട് സുരക്ഷിതമാക്കാൻ നമ്മൾ എക്സ്പയറി ഡേറ്റ് ആണ് നോക്കേണ്ടത്. നാളെ മുതൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന LPGയുടെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം നമുക്ക് വാങ്ങാൻ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് ഇപ്പൊ ഇത് ചെറിയ സിലിണ്ടറാണ്, നമ്മുടെ വീട്ടിലിരിക്കുന്ന എത്രയാണ് 14.2 കിലോ വലിയ സിലിണ്ടറാണ്. അപ്പോൾ അതിനകത്തുള്ള എക്സ്പയറി ഡേറ്റ് എവിടെ കാണുന്നത്? ഈ 3 കുറ്റികളുടെ പ്ലേറ്റുകളുണ്ട് അല്ലേ? ആ 3 പ്ലേറ്റിൽ 2 പ്ലേറ്റിൽ 4 സിലിണ്ടറിന്റെ വെയിറ്റ് ഉണ്ടാവും. ഇപ്പൊ 8.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സിലിണ്ടറിന്റെ, അതായത് LPG ഇല്ലാത്ത 4 സിലിണ്ടറിന്റെ വെയിറ്റ് ആണ് എത്ര? 8.5. ഇവിടെ ഇരിക്കുന്ന 5 കിലോ എന്ന് പറയുന്നത് ഏതാണ്? LPGയുടെ വെയിറ്റ് ആണ്. ഇപ്പൊ നമ്മളുടെ വീട്ടിലിരിക്കുന്ന സിലിണ്ടറിൽ ഇവിടെ 15.6 എന്ന് എഴുതിയിട്ടുണ്ടാവാം, അത് 4 സിലിണ്ടറിന്റെ വെയിറ്റ്. ഇവിടെ 14.2 എന്ന് എഴുതിയിട്ടുണ്ടാവാം, അതെന്താണ്? LPGയുടെ വെയിറ്റ്, ഗ്യാസിന്റെ വെയിറ്റും ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമതൊരു കുറ്റിയിൽ ABCD ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടാവും, അതിനുശേഷം 2 അക്കങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കണ്ടോ? A28 എഴുതിയിട്ടുണ്ട് അല്ലെ? A28 ആണ് ഈ സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ്. അതായത് A28 എങ്ങനെയാണ് നോക്കുക, എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ് നോക്കുക? അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി. A28 എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോവുക, നമ്മൾ അടുക്കളയിൽ ഇരിക്കുന്ന സിലിണ്ടറിലേക്ക് നോക്കുക. A ആണോ B ആണോ C ആണോ D ആണോ അക്ഷരം ഉള്ളത്, അതിനുശേഷമുള്ള 2 അക്കങ്ങൾ ഏതാണെന്ന് നോക്കുക. അക്കങ്ങൾ വർഷത്തെ കാണിക്കുന്നു. 28 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 പ്ലസ് 2028. 25 നിങ്ങളുടെ വീട്ടിലിരിക്കുന്നെങ്കിൽ 2025. 23 ആണെങ്കിൽ 2023. 30 ആണെങ്കിൽ 2030. അത് പിടികിട്ടിയാലോ? ഇനി ABCD എന്താ നോക്കുക. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസങ്ങൾ. B എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ. C എന്ന് പറഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. D ഒക്ടോബർ നവംബർ ഡിസംബർ. ഇപ്പൊ A28 പിടികിട്ടി. 2028 മാർച്ച് 31 വരെ ഈ സിലിണ്ടറിന് കാലാവധി ഉണ്ട്. സാറിന്റെ വീട്ടിലിരിക്കുന്നത് B27 ആണെങ്കിൽ 2027 ജൂൺ 30 വരെ കാലാവധി ഉണ്ട്. എന്റെ വീട്ടിലിരിക്കുന്നത് C30 ആണെങ്കിൽ 2030 സെപ്റ്റംബർ 30 വരെ കാലാവധി ഉണ്ട്. സാറിന്റെ വീട്ടിലിരിക്കുന്നത് D26 ആണെങ്കിൽ 2026 ഡിസംബർ 31 വരെ കാലാവധി ഉണ്ട്. അതാണ് സിലിണ്ടറിന്റെ കാലാവധി. ആ കാലാവധി നോക്കിയിട്ടാണ് നമ്മൾ സിലിണ്ടർ ഇറക്കേണ്ടത്. ഒരു ചെറിയ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. നാളെ നിങ്ങൾ പുതിയ സിലിണ്ടർ ഇറക്കുന്ന സമയത്ത് ആ കൊണ്ടുവന്ന സിലിണ്ടർ A25 ആണെങ്കിൽ നിങ്ങൾ മേടിച്ചു വെക്കുമോ വേണ്ടെന്ന് വെക്കുമോ? നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സിലിണ്ടർ A25 ആണെങ്കിൽ നിങ്ങൾ സന്തോഷപൂർവ്വം വാങ്ങി വെക്കുമോ അതോ വേണ്ടെന്ന് വെക്കുമോ? വേണ്ടാന്ന് വെക്കണം. കാര്യം എന്താണ്? A25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 മാർച്ച് 31 അവസാനിച്ചു. ആ സിലിണ്ടർ അപകടകാരിയാണ്, ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല ചൊറുക്കല്ല, നല്ല കളറല്ല, നല്ല പെയിന്റ് അല്ല നോക്കേണ്ടത്. ഏതാ നോക്കേണ്ടത്? എക്സ്പയറി ഡേറ്റ് ആണ്. എങ്കിൽ നമ്മളുടെ ഭവനം, നമ്മളുടെ ജീവൻ സുരക്ഷിതമാവും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് താങ്ക് യു. പുതിയൊരു അറിവാത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ടുള്ള സെൽഫ് ഡിഫൻസ് ട്രെയിനിങ്ങിന്റെ സാമ്പിളാണ്. സാമ്പിൾ മെഡിക്കൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പഠിപ്പിച്ചു. താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ട്രെയിനിങ് സ്കൂൾ വഴിയൊക്കെ ചോദിക്കാൻ പറ്റും. കുടുംബശ്രീ എവിടെ സ്ത്രീകളും കുട്ടികളും താല്പര്യമാണോ എന്താ പറയുക, ഇപ്പോൾ ഇത് സെറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഒരാൾക്ക് ഹാക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് എല്ലാവരും എനേബിൾ ആക്കിയിട്ടുണ്ട്. വാട്സപ്പിന് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ട രീതിയാണ്.
കണ്ടിട്ടാണെന്നൊക്കെ തീരുമാനിക്കാം. വിരലടയാളം എടുക്കണതാ? ഇതെന്താ അപ്പൊ ഈ സംഭവം? മനുഷ്യന്റെ രോമം വെച്ചിരിക്കും. മനുഷ്യന്റെ ഇത് വെച്ച് നമുക്ക് DNA ചെയ്യാം. എങ്ങനെ DNA ചെയ്യാം. ഇത് വെച്ചിട്ട് DNA ചെയ്യാം. എന്നാ അത് കിട്ടിയാൽ മതിയില്ലേ? ഒരെണ്ണം മതി. ആ ഒരു രോമം കിട്ടിയാൽ മനുഷ്യന്റെ DNA ടെസ്റ്റ് ചെയ്യാം. സ്കൂബ ഡ്രൈവിംഗോ? ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ ഫയറിൻ്റെ ബ്രാഞ്ചുകളാണ്. അതായത് ഫയർഫോഴ്സ് തീ വന്നു കഴിഞ്ഞാൽ ഇതിട്ടിട്ട് ഹോസ് ഇട്ടിട്ട് കണക്ട് ചെയ്യാൻ ഇത് 40 മിനിറ്റോളം പോകും. വെള്ളടിക്കള് ലോന്ന് പോകുന്നു അല്ലേ? ശ്വാസം കത്തുന്നതും കെട്ടുന്നതും ഞാൻ പറയുന്നില്ല. വളരെ ഒരുപാട് ദൂരമായി അറിയാം. ദൂരായി 40 കിലോമീറ്റർ അതറിയില്ല. ഇതെന്താ കയ്യുമ്പോ കൊടുക്കണതില്ലേ? ഈ 3 പ്ലേറ്റ് ഒരു പ്ലേറ്റില് A എന്നോ B എന്നോ C എന്നോ D എന്നോ ഏതെങ്കിലും അവിടെ കുടുങ്ങിയതാ? LPG ഗ്യാസിന് ഈ സിലിണ്ടറിനാണ് എക്സ്പെർട്ട് ഉള്ളത്. അവ സിലിണ്ടർ എക്സ്പെർട്ട് നോക്കുന്നത് ഈ 3 പ്ലേറ്റിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടാവും. ആ അക്ഷരത്തിന് ശേഷം എന്തുണ്ടാവാം? 2 അക്കങ്ങൾ ഉണ്ടാവാം. ഇതുപോലെ ഇതൊക്കെ എന്താ സംഭവം? മേഡത്തിന്റെ വീട്ടിലിരിക്കുന്നത് C30 ആവാം. സാറിന്റെ വീട്ടിലിരിക്കുന്നത് D25 ABCD ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടാവും. അതിനുശേഷം 2 അക്കങ്ങൾ ഉണ്ടാവും. ആദ്യം അക്കം പറയാം. അക്കം ഏതിനെ കാണിക്കുന്നു? ഏതിനെ കാണിക്കുന്നു? വർഷത്തെ കാണിക്കുന്നു. 2028 ആണെങ്കിൽ 2022, 19 ആണെങ്കിൽ 2019, ഈ ABCD ഏത് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച്, B എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ, C ആണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, D ഒക്ടോബർ നവംബർ ഡിസംബർ സൂചിപ്പിക്കുന്നു. മാർച്ച് 31 സാറിന്റെ വീട്ടിലിരിക്കുന്നത് B27 ആണെങ്കിൽ 2027 ജൂൺ 30 വരെ. മേഡത്തിന്റെ വീട്ടിലിരിക്കുന്നത് C30 ആണെങ്കിൽ 2030 സെപ്റ്റംബർ 30 വരെ. സാറിന്റെ വീട്ടിലിരിക്കുന്നത് D28 ഡിസംബർ. അപ്പം അവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയൊക്കെ വെട്ടിപ്പൊളിച്ചെടുത്തു എന്ന് പറയില്ലേ, അപ്പോൾ അതിൻ്റെ ഉപകരണം, അതേപോലെ വണ്ടി എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കാടിക്ക് ഇത് വലിയ ഇതുപോലെ എയർ നിറച്ചിട്ടാണ്. അതുവരെ ഇത് ഒരു കട്ടില്ലാത്ത സംഭവമാണ് കേട്ടോ. ആ ഒരു കട്ടില്ലാത്ത സംഭവം വണ്ടിൻ്റെ അടിക്ക് വെച്ചിട്ട് പിന്നെ എയർ നിറച്ചിട്ട് അങ്ങനെ വണ്ടി പൊന്തിക്കുന്ന സംഭവമാണ്. അപ്പോൾ 10 ടണ്ണ് വരെ ഇത് പൊക്കാൻ പറ്റുന്നുണ്ട് അവർ പറഞ്ഞു. പിന്നെ അപ്പുറത്ത് കാണിച്ചു തരുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത്ര ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ കട്ടി എയർ നിറക്കുമ്പോൾ ഇത് കൂടി വരുന്നതാണ്. അപ്പോൾ ഇത് 21 ടണ്ണ് വരെ പൊക്കാൻ പറ്റുന്നൊരു ഉപകരണമാണെന്നാണ് അവർ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരുവിധ ആണുങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇത് അറിയില്ല കേട്ടോ. ഇത് എനിക്ക് ആദ്യമായിട്ടുള്ളൊരു വിവരമാണ്. അപ്പോൾ ഇതേപോലെ ഇത് പുതിയ അറിവായി കേൾക്കണവരെല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.